എസ് പി വെങ്കടേഷ് മലയാള സിനിമാ സംഗീത ചരിത്രത്തിൽ വളരെ ദീപ്തമായിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയായിരുന്നു. കാരണം നമ്മള് മലയാള സിനിമാ സംഗീതത്തിൽ മാറ്റങ്ങളുടെ ഒരു യുഗത്തിലാണ് എസ് പി വെങ്കടേഷിന്റെ രംഗപ്രവേശം. അതായത് പാട്ടുകളുടെ സൗണ്ടിങ് വ്യത്യസ്തമാകുന്നു, പാട്ടുകളുടെ പിക്ചറൈസേഷൻ മാറുന്നു, കൂടുതൽ ഭംഗി നിറഞ്ഞതാകുന്നു. അതേ സമയത്താണ് എസ് പി വെങ്കടേഷ് വരുന്നത്. ഏതാണ്ട് അതേ കാലയളവിലാണ് ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം തുടങ്ങിയ ഗാനരചയിതാക്കളും നമ്മളുടെ സംഗീത ലോകത്ത് സജീവമാകുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും എസ് പി വെങ്കടേഷിന്റെ ഉയർച്ചയ്ക്ക് ഒരു പ്ലാറ്റ്ഫോം ഒരുങ്ങുകയായിരുന്നു. അത് മലയാളികളെ സംബന്ധിച്ചൊരു ഭാഗ്യ കാലഘട്ടം കൂടിയായി എന്നുള്ളതാണ്. അതെ, അദ്ദേഹം ഇതിനോടകം തന്നെ 150-ലധികം സിനിമകൾക്ക് സംഗീതം നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മലയാളികൾക്കുൾപ്പെടെ അദ്ദേഹം അത്രയേറെ പ്രിയങ്കരനായിരുന്നു. ഈ മലയാളികൾ പോലും ഇന്ന് ഏറ്റുപാടുന്ന ഒരുപിടി ഗാനങ്ങളാണ് 80കളിലും 90കളിലും അദ്ദേഹം സമ്മാനിച്ചിട്ടുള്ളതെന്നുള്ളതാണ്. വളരെ പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വളർച്ച. അദ്ദേഹം രാജാവിന്റെ മകനിലൂടെ സംഗീത സംവിധായകനായിട്ട് വരുന്ന സമയത്ത് പലപ്പോഴും ആ പരീക്ഷണം വിജയിക്കുമോ എന്ന് അതിന്റെ സംവിധായകനും മറ്റ് അണിയറ പ്രവർത്തകർക്കൊക്കെ ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു. കാരണം അതുവരെ ഗിറ്റാറിസ്റ്റ്, മാൻഡലിൻ വാദകനൊക്കെ ആയിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷെ ആദ്യത്തെ സിനിമയിലെ പാട്ടുകൾ തന്നെ ഹിറ്റായി. അതിനുശേഷം പിന്നീട് നമ്മൾ കണ്ടത് വെങ്കടേഷിന്റെ ഒരു ചൈത്രയാത്രയാണ്. എല്ലാ തരത്തിലുള്ള സിനിമകളും, എല്ലാ സബ്ജക്ട്സും, ഇപ്പോൾ സെമി ക്ലാസിക്കൽ പാട്ടുകളാണെങ്കിൽ അത്, നല്ല മനോഹരമായ മെലഡികളാണെങ്കിൽ അത്, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള വെസ്റ്റേൺ ഭാവമുള്ള പാട്ടുകളാണെങ്കിൽ അത്, അങ്ങനെ എല്ലാ തരത്തിലുള്ള പാട്ടുകളും അനായാസം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരു അൾട്ടിമേറ്റ് പ്രൊഫഷണൽ കമ്പോസർ ആയിട്ട് നമ്മൾ കാണുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.